അപ്പോൾ ഇന്നത്തെ ഒരു സൂമിൻ്റെ MC ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് നമ്മളെ എന്താ പറയുന്നത്, വടകരയുടെ പ്രിയപ്പെട്ട ലീഡർ സുജനൻ സാറാണ് നമുക്ക് ഈ ബയോട്ടോറിയത്തെ പറ്റി പറഞ്ഞു തരാൻ. ഈ ഒരു ഒബ്ജക്ഷൻ ഹാൻഡലിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ് സുജൻ സാർ ഇന്ന് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ക്ലോസിങ്, നമുക്ക് ഈ ബയോട്ടോറിയം, നമ്മൾ ഒരാളുടെ അടുത്ത് ഈ ബയോട്ടോറിയത്തെ പറ്റി പറയുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ലെന്ന് പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു വിഷയം എത്ര മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് സുജൻ സാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി വടകരയുടെ ഗ്രേറ്റ് ലീഡർ സുജനൻ സാറിനെ ഈ ഒരു വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. സുജനൻ സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. ആദ്യമായി ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. ഈ ബയോട്ടോറിയത്തില് ജോയിൻ ചെയ്ത ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു കമ്പനിയില് വരാനുള്ള സാഹചര്യവും അത് ആ കമ്പനി നമുക്ക് പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിലും, അതുപോലെ തന്നെ ഈ കമ്പനി ഒരു ബിസിനസ് ആക്കി മാറ്റുന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തി സീരിയസ് ആവുന്നത് ഒരു ദൈവത്തിന്റെ കയ്യൊപ്പും കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് ലഭിച്ച ഒരു വ്യക്തിയായിരിക്കും ഈ പ്രൊഡക്റ്റ് വളരെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതും ഒക്കെ. പക്ഷെ ഇവിടെ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും, അതായത് ഇപ്പൊ എന്നെ രാകേഷ് സാർ നന്നായി പരിചയപ്പെടുത്തി, എന്നാലും പരിചയം ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഒരിക്കലും ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളൊന്നും ആയിരുന്നില്ല ഞാൻ. ഇൻഷുറൻസ് മേഖലയിലായിരുന്നു ഞാനും. ഒരുപക്ഷെ നിങ്ങളെപ്പോലെ തന്നെ ഈ പ്രൊഡക്റ്റ് അവിചാരിതമായിട്ട് കേൾക്കാനിടയായി. ആ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരുന്നു. ഇതിനു മുമ്പേ ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നിന്ന് മാത്രമായി കണ്ടിരുന്ന വ്യക്തിയാണ് ഞാനും. പക്ഷെ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചതിലൂടെ എനിക്ക് കിട്ടിയത് ഒരു ഏകദേശം ഒരു 4 ലക്ഷത്തിലധികം രൂപ വരെ വരുന്ന ഒരു സർജറി ലൈഫിൽ ഒഴിവായി കിട്ടി എന്നുള്ളതാണ്. ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സർജറി എനിക്ക് ഒഴിവായി കിട്ടിയത് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് കൊണ്ട് മാത്രമാണ് എന്ന് വ്യക്തമായ ബോധ്യം വന്നപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റിയും ഈ കമ്പനിയെ പറ്റിയും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ ഇത് മാക്സിമം ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ നിങ്ങളോട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് പ്രൊമോട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് ഇന്ന് ജീവിതത്തിന്റെ ജീവിതത്തിലുള്ള 2 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു സാമ്പത്തികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ വർഷങ്ങളായിട്ട് പല ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടും നമുക്ക് ലഭിക്കാത്ത ഒരു നല്ല ആരോഗ്യം നമുക്ക് ലഭിക്കാനും ഈ പ്രൊഡക്റ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് 2 രീതിയിലും നമുക്ക് പറയാം. ഇത് ഒരു വിഭാഗത്തിന് ഇത് നല്ലൊരു ആരോഗ്യം ലഭിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. മറ്റൊരു രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു പക്ഷേ ഈ മേഖലയിൽ നമ്മളെ കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവര് ഈ 2 കാര്യങ്ങളും മനസ്സിലാക്കി ആണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. കാരണം ബിസിനസ്സും ആണ്, അതേസമയം ഓരോരാളെയും ജീവനും ആരോഗ്യവും വിലപ്പെട്ടതുമാണ്. പക്ഷെ ഇവിടെ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
നമ്മൾ ഇതൊരു ബിസിനസ് ആംഗിളിൽ കാണുന്ന സമയത്ത് ഒരു സെയിൽസ് എന്നുള്ള കാര്യം പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരു 10-20 വർഷമായിട്ട് ഞാൻ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇൻഷുറൻസ് കമ്പനികളിലായിരുന്നു ഇത്രയും കാലം നമ്മളെ ലൈഫ് മുന്നോട്ട് പോയത്. അപ്പൊ അവിടുന്ന് പഠിച്ചൊരു പാഠമുണ്ട്. എത്രത്തോളം കസ്റ്റമേഴ്സ് നോ പറയോ അത് പ്രതീക്ഷിച്ചിട്ട് മാത്രമേ നമ്മൾ സെയിൽസ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. എസ് പ്രതീക്ഷിച്ച് നമ്മൾ സെയിൽസ്, അത് ഏത് മേഖലയായാലും എസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് നമ്മളെ കോൺഫിഡൻസ് ചോർന്നു പോവുക. നോ പറയും കസ്റ്റമർ, അതിന് പറയാനുള്ള മറുപടി എന്താണ്, അത് നമ്മളെ എന്താ പറയാ മൈൻഡിൽ അത് എപ്പോഴും നമ്മൾ കരുതണത്. കാരണം ഒരു നോ പറയുന്ന കസ്റ്റമർ എങ്ങനെ എസ് ആക്കാം, അങ്ങനെ ഒരു ചിന്താഗതി മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലാതെ നോ പറയുന്ന സമയത്ത് നമുക്കിത് നടക്കില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലാവുമ്പോഴാണ് ഈ സെയിൽസ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. കാരണം ഒരുപക്ഷെ പൊതുവെ ഒരു സെയിൽസ് ചെയ്യുന്ന അല്ലെ സെയിൽസിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ല. സ്റ്റേജ് ഫിയർ ഉള്ള ആൾക്കാർക്ക് ഒരിക്കലും കസ്റ്റമറെ കൺവിൻസ് ചെയ്യാനും പറ്റില്ല. നമ്മൾ ഒരു സെയിൽസ്മാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഫിയർ ഒഴിവാക്കുക എന്നുള്ളത്. കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന റിയാക്ഷൻ, അവരെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ, ഈ കുറെ ചിന്തകൾ നമ്മളെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമുക്ക് കസ്റ്റമറെ മീറ്റ് ചെയ്തിട്ട് അത് ക്ലോസിങ്ങിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഈ ഒബ്ജക്ഷൻ ആണ് പലർക്കും പറയാനുള്ളതും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ നമ്മള് ഒരു കസ്റ്റമറെ മുമ്പ് ചെന്നിട്ട് അയാളോട് നമ്മളെ കറക്റ്റ് പ്രസന്റേഷൻ നടത്താനും അയാളോട് പേയ്മെന്റ് ചോദിക്കാനും അതിനുള്ളൊരു ചങ്കൂറ്റുണ്ട്, അത് കാണിക്കണം ശരിക്കും. ഒരുപാട് പേര് ഈ കാര്യത്തിൽ ഒന്ന് പിറകിലോട്ടാ. നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അവരെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കും, പക്ഷെങ്കിൽ ആ ക്ലോസിംഗ് ടൈമിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പലർക്കും ബോധ്യമില്ലാത്തത്. അതുകൊണ്ടാണ് ഈ സെയിൽസ് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ടെലിഫോൺ കോൾസ്, സെയിൽസില് ടെലിഫോൺ കോൾസിന് നല്ല പ്രാധാന്യമുണ്ട്. നമുക്ക് ഈ യാത്ര ചെയ്യുമ്പോഴുള്ള ബ്ലോക്ക് ഒഴിവാക്കാനും നമ്മളെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മാക്സിമം കൂടുതൽ കസ്റ്റമറെ മീറ്റ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിന് നമ്മൾ ടെലിഫോൺ കോൾസിന് നല്ല പ്രാധാന്യമുണ്ട്. കാരണം ഒരു 30 മിനിറ്റ്സ് റൂൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു 30 മിനിറ്റ് കൊണ്ട് ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ മാക്സിമം സമയം കസ്റ്റമറോട് പല സ്ഥലത്തായിട്ട് പോയി യാത്ര ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ ഉപരി അയാളെ ഒന്ന് കോള് ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് അയാളെ ഫോണിലൂടെ തന്നെ നമുക്ക് കൺവിൻസ് ചെയ്യാം. പക്ഷെ ഒട്ടുമിക്ക ആൾക്കും ഒരു 84% അല്ലെ 85% ആളുകൾക്കും ഫോൺ ചെയ്ത് കസ്റ്റമറോട് സംസാരിക്കാൻ പേടിയാണ്. കാരണം കസ്റ്റമർ എന്ത് തിരിച്ച് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു പേടി. പക്ഷെ നന്നായിട്ട് കസ്റ്റമറെ വിളിച്ച് സംസാരിച്ച് അയാളെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി അയാളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചോളം 80% അധികം സെയിൽസ് കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. അപ്പം ഈ ടെലിഫോൺ കോളിനെ പേടിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ടെലിഫോൺ കോൾസിലൂടെ കസ്റ്റമറെ നമുക്ക് അയാളെ ശരിക്ക് ഈ ഒരു കമ്പനിയായിട്ട് അല്ലെ നമ്മളെ പ്രൊഡക്റ്റുമായിട്ട് ഒന്ന് അടുപ്പിക്കാൻ നമുക്ക് ടെലിഫോൺ കോൾസ് വളരെ ഗുണം ചെയ്യും. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ മേഖലയിൽ സെയിൽസ് ആണ്. കാരണം ലോകത്തിൽ എന്ത് സംഗതി നിങ്ങൾ നോക്കിയാലും അവിടെ സെയിൽസ് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ സെയിൽസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളൊരു നല്ല സെയിൽസ്മാൻ ആവാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. അതിനെന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ കസ്റ്റമറെ പഠിക്കണം. നമ്മൾ ആരെയാണ് കാരണം ഇതൊരു പ്രൊഫഷനായി തന്നെ എടുക്കണം. ഇതൊരു പ്രൊഫഷനാണ് ശരിക്കും. ഒരു എന്താ പറയാ, നമ്മളൊരു അഡ്വൈസറാണ് ശരിക്കും. ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറയും അല്ലെ, അല്ലെ ലീഗൽ അഡ്വൈസർ എന്ന് പറയും. ഇതൊക്കെ അഡ്വൈസർ എന്നുള്ള ഒരു പേര് തന്നെയാണ് നമുക്ക് ഈ മേഖലയിലുള്ളത്. ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആണ് നമ്മൾ. അപ്പോ അതേ സമയത്ത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊമോട്ടറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കൊരു സ്റ്റാൻഡേർഡ് ജോബ് തന്നെയാണ്. പക്ഷെ ആ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ കാണണം. ഇതൊരു പക്ക പ്രൊഫഷനായിട്ട് തന്നെ കാണണം. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് നമ്മൾ കസ്റ്റമറെ പഠിക്കണം, രണ്ടാമത് നമ്മൾ മാർക്കറ്റ് പഠിക്കണം, മൂന്നാമത് നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കണം, നാലാമത്
നമ്മൾ പറയാൻ പോകുന്ന പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് വ്യക്തമായ ഒരു പഠനം ആവശ്യമാണ്. അതേപോലെ തന്നെ അഞ്ചാമത് കാര്യമാണ് നമ്മളെ കമ്പനിയെ കുറിച്ച് പഠിക്കണം. ഈ 5 കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് പഠിച്ചില്ലെങ്കിലും ഏറെക്കുറെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കസ്റ്റമർ മുമ്പ് പോയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് നമ്മളെ ഒരു പരാജയം. ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിനുള്ള ഒരു മെയിൻ കാര്യം, ഒരു കസ്റ്റമർ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഏറെക്കുറെ വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ നമുക്ക് പറ്റണം. അതിന് മറ്റൊരാളെ വിളിക്കുക അല്ലെ മറ്റൊരാളെ കോണ്ടാക്ട് ചെയ്യുക അതിന്റെ ആവശ്യമില്ല ശരിക്കും അവിടെ. അത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ പഠിക്കാതിരിക്കുന്നതും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നതും. അത് എല്ലാവരും ഒന്ന് ശീലാക്കുക എന്നുള്ളതാണ് ഈ സെയിൽസിലുള്ള ഒരു ഘടകം. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറെ നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ, ഒരു ടെലിഫോൺ കോൾസ് ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ടെലിഫോൺ കോൾസിൽ നമ്മൾ ഒരു കസ്റ്റമറെ വിളിക്കുന്നതിന് യാതൊരു കാരണത്തിലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മളൊരു കസ്റ്റമറെ വിളിച്ച് നമ്മളെ ബിസിനസ് പ്ലാനോ അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയോ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കസ്റ്റമറെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റമറെ വിളിക്കുന്നത്. ഒന്നുകിൽ അയാൾക്ക് ഒരു പുതിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിലോ അയാളെ ആരോഗ്യത്തിന് വളരെ സപ്പോർട്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ രീതിയിൽ വേണം നമ്മൾ സംസാരം വരുന്നത്. കാരണം നമ്മൾ ഈ 2 കാര്യങ്ങൾ ആ കസ്റ്റമറെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തലാണ് നമ്മളെ കോളിന്റെ ആശയം. അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമറെ വിളിക്കുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. അപ്പോയിന്റ്മെന്റ് ഒരു സെയിൽസിൽ അത്യാവശ്യമാണ്. മിനിമം ഒരു 5 പേരെങ്കിലും നമ്മൾ ഒരു ദിവസം കോൾ ചെയ്യണം, പുതിയ കസ്റ്റമേഴ്സിനെ. കാരണം അത് നമ്മളെ ഒരു എന്താ പറയുക, നമ്മളെ വർക്കിന്റെ ഭാഗമായിട്ട് തന്നെ കാണുക. 5 കസ്റ്റമറെങ്കിലും ദിവസം വിളിക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ആദ്യഘട്ടങ്ങളിൽ നമ്മൾ വിളിക്കുന്ന കോളുകൾ റെക്കോർഡ് ചെയ്യാൻ പഠിക്കുക. കാരണം അപ്പോൾ കസ്റ്റമറും നമ്മളും സംസാരിക്കുന്ന ആ രീതി, അതിന് കസ്റ്റമർ പറഞ്ഞതിന് നമ്മൾ കൊടുക്കുന്ന മറുപടി, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ നമ്മളെ പഠിക്കണം. അങ്ങനെ നന്നായിട്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കസ്റ്റമർ കോള് എളുപ്പമാകുന്നതും കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾക്ക് കറക്റ്റ് മറുപടി പറയുന്ന രീതിയിലേക്കും നമ്മൾ സ്വയം വളരണം. അവിടെ വേറൊരാൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ ഇതൊരു പക്ക പ്രൊഫഷണൽ ആയിട്ട് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. ഒരു കസ്റ്റമറെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് കസ്റ്റമർ ആണെങ്കിലും പറയുന്ന എതിർപ്പുകൾ ഏകദേശം ഒന്ന് തന്നെയാണ്. അത് നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ മതി. ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു അടുത്ത കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാവും. അവിടെ ഈ ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിൽ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്, നന്നായിട്ട് പ്രസന്റേഷൻ ചെയ്യും ഒട്ടുമിക്ക ആൾക്കാരും. പക്ഷെ അവർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഒരു പറയാനുള്ള പരാതി ഒന്ന് മാത്രമായിരിക്കും. എന്താണെന്നറിയോ, ഏകദേശം ഒരു 90% ആളുകൾക്കും സെയിൽസിൽ വരുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം ഞാൻ പറയുന്നത്, ഒന്ന് കസ്റ്റമർ പറഞ്ഞു ആലോചിച്ചിട്ട് പറയാന്ന്, അല്ലെങ്കിൽ ഭാര്യയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, അല്ല എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. ഇതൊക്കെയാണ് പലരും പറയാ. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് അവർ മറ്റൊരു കാര്യം പറയും, നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പിൽ അയക്ക് അല്ലെ മെയിലിൽ അയക്ക്, ഞാനൊന്ന് പഠിക്കട്ടെ. ഇങ്ങനെയായിരിക്കും ഒരു ഒട്ടുമിക്ക കസ്റ്റമറും നമ്മളോട് പറയുന്നത്. ഇതിനുള്ള ഒരു മറുപടി എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയാണ് ഒരു കസ്റ്റമർ നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ ആ ക്ലോസ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും വിഷമം. കാരണം എന്താണെന്നറിയോ, നമ്മൾ വാട്സപ്പിൽ ഡീറ്റെയിൽസ് അയച്ചാലും മെയിലിൽ ഡീറ്റെയിൽസ് അയച്ചാലും ഒക്കെ അത് 99% ആൾക്കാരും നമ്മളെ വിളിച്ച് ആ പ്രൊഡക്റ്റ് ഒന്ന് എനിക്ക് വേണമെന്ന് പറയുന്ന സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം കസ്റ്റമർക്ക് നിങ്ങളൊരു ഒഴിവാക്കുക എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ അധികവും പറയുന്നത്. പക്ഷെ അവിടെ എന്താ കാര്യം എന്നറിയോ, നമ്മള് അത്രയും നേരം കസ്റ്റമറോട് സംസാരിച്ചെങ്കിലും അവർക്ക് ആ പ്രൊഡക്റ്റിലും അതിന്റെ സർവീസിലും ഒന്നും തന്നെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ നമ്മൾ സംസാരിച്ചതിൽ അവർക്ക് എന്തൊക്കെയോ ക്ലാരിറ്റി കിട്ടാനുണ്ട്. ആ കൺഫ്യൂഷൻ കൊണ്ടാണ് അവർ അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന രീതിയിലേക്ക് സംസാരിക്കുന്നത്. അപ്പൊ നമ്മള് അവിടെ പറയേണ്ട മറുപടി, എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാണ്, നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, സാറ് പറഞ്ഞത് 100% ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്
ഇതിന് ഒരു കാര്യമായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ്. അത് ഏത് പ്രൊഡക്റ്റ് ആയാലും എന്ത് കാര്യമായാലും നമ്മൾ കസ്റ്റമർ ഒരിക്കലും മറ്റൊരു രീതിയിലല്ല ബിഹേവ് ചെയ്യേണ്ടത്. സാറ് പറഞ്ഞത് വളരെ കാര്യമാണ്. കാരണം ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഡിസിഷൻ തന്നെയാണ്. വൈഫിനോടൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ സാർ ഒരു കാര്യം, സാറിന് ഇനി ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ സമയമാണോ ആവശ്യം? അല്ലെങ്കിൽ ഇതിന്റെ ടെസ്റ്റിമോണിയൽസ് അറിയാനുണ്ടോ? അല്ലെങ്കിൽ പണത്തിന്റെ പ്രശ്നമാണോ? അല്ലെങ്കിൽ കമ്പനിയെ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും സാറിന് മനസ്സിലാവാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ സാർ, ഞാൻ പറഞ്ഞു തരാം. അതിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ ചോദിച്ചോ. അയാളുമായിട്ട് നല്ലൊരു റാപ്പോ ക്രിയേഷൻ അവിടെ നടക്കണം. അപ്പോഴും മാത്രമേ കസ്റ്റമർ നമ്മളിലേക്ക് അടുക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഈ രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ റിയാക്ഷൻ അവര് കാണിക്കുവാണെങ്കിൽ അവിടെ നമ്മൾ എന്നാ ശരി നിങ്ങൾ ആലോചിച്ചിട്ട് പറ എന്നാണ് അധികം ആൾക്കാരും പറഞ്ഞ് ഇറങ്ങി പോവാറ്. പക്ഷെ അവിടെ നമ്മൾ വീണ്ടും കസ്റ്റമറിലേക്ക് ഈ പറഞ്ഞ രീതിയിലേക്കൊന്ന് കയറി സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഗുണം ചെയ്യും. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മൾ ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഏത് കസ്റ്റമറും പറയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ കൃത്യമായിട്ടുള്ള ബിസിനസ് ടൂൾ വേണം. കമ്പനിയെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ഫോണിൽ വേണം. അതേപോലെ തന്നെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് ടൂളായിട്ട് നമ്മളെ കയ്യിൽ വേണം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കസ്റ്റമറെ നമുക്ക് കറക്റ്റ് ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, കസ്റ്റമർ കാര്യമായി ഒന്നും സംസാരിക്കാതിരിക്കുക. നമ്മൾ തന്നെ കൂടുതലായിട്ട് പറഞ്ഞ് കാട് കയറുക. ഏറ്റവും അവസാനം കസ്റ്റമർ വാച്ചിൽ നോക്കുക, പുറത്തേക്ക് നോക്കുക, എനിക്ക് തിരക്കുണ്ട് എന്ന് പറയാ. അവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നു, കസ്റ്റമർ സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കസ്റ്റമർ സംസാരിക്കണം. നമ്മൾ കുറെ നല്ല നല്ല ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. സംസാരിക്കാത്ത കസ്റ്റമർ ആണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയ ചോദ്യങ്ങൾ ചോദിക്കുക. കസ്റ്റമർ കൊണ്ട് സംസാരിപ്പിച്ചു തുടങ്ങുക. അയാളുടെ മനസ്സ് തുറക്കണം. നല്ല റിലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അയാളെ മനസ്സ് നമ്മൾ തുറപ്പിക്കണം. അതായത് നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മളെ കമ്പനി, നമ്മളിലുള്ള ഒരു വിശ്വാസം, ഇതൊക്കെ ആ കസ്റ്റമറെ ഉള്ളിൽ ജനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അയാളുമായിട്ട് നല്ലൊരു റാപ്പോ ക്രിയേഷൻ നടത്തണം. പിന്നെ അടുത്തത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്ക്യൂസുകളാണ്. അതായത് കസ്റ്റമർ സ്വമേധയാ ഒരു ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ നമ്മളോട് കാണിക്കുക. അത് പിന്നെ ആവട്ടെ, അല്ലെ അടുത്ത മാസം ആവട്ടെ, ഒരു എമൗണ്ട് കിട്ടാനുണ്ട്, ഇതൊക്കെയാണ് അടുത്ത വരുന്ന റിയാക്ഷൻ. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അവിടെ ഒരു ചെറിയൊരു കഥ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, ഇതേപോലെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ അത് വാങ്ങാൻ ഒരു വിമുഖത കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായ ഒരു വ്യക്തിന്റെ ഒരു അനുഭവം നല്ല രീതിയിലൊന്ന് ഫലിപ്പിക്കുന്ന രീതിയിലൊന്ന് സംസാരിച്ച് അയാൾക്കൊരു സെന്റിമെന്റൽ അറ്റാക്ക് എന്ന് പറയാം. കാരണം നമ്മൾ ആ പറയുമ്പോൾ നല്ല ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതിപ്പോ എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കണ്ട. ഇത് നിങ്ങൾക്ക് ഒരു 25 വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. കാരണം ഇത് ഇവിടെ ഒരു ലാഭവും നഷ്ടവും അല്ല, ഇത് നമ്മളെ ആരോഗ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ച് അയാളെ ആ ഡിസ്റ്റൻസ് ഒന്ന് കുറച്ച് കൊണ്ടുവരിക. കാരണം എന്താ അറിയോ, ഈ ബിസിനസ്സിൽ സെയിൽസിൽ പറയുന്നത് വെച്ചാൽ എത്രത്തോളം ഡിലേ ആവുന്നോ അത്രത്തോളം ആ സെയില് കൊല്ലപ്പെടുന്നു പറയാം. മനസ്സിലാവും? കാരണം വെച്ച് കഴിഞ്ഞാല് സെയിൽസിന്റെ ആ ഡിലേ നമ്മൾ മാക്സിമം കുറക്കുക കസ്റ്റമർ കൊണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് വാങ്ങാണ്ട് മാറി നിൽക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു മൈൻഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നാലാമതായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കസ്റ്റമറെ മാനസികാവസ്ഥ, അതൊരു പക്ഷേ എന്താ പറയാ, ഒരു വെറുപ്പ് പിടിച്ചു നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അത് വീട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികളായിട്ടോ അല്ലെ പുറത്തുള്ള ഏതെങ്കിലും വ്യക്തികളായിട്ടോ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കസ്റ്റമർ അടുത്ത് നമ്മൾ നേരിട്ട് കയറി ചെന്ന് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയാം. അല്ലെങ്കിൽ എന്താ പറയാ, അയാളെ ആ മാനസിക അവസ്ഥ നോക്കാണ്ട് നമ്മൾ ഒരിക്കലും സെയിൽസ് നടത്തരുത്. അതാ ഞാൻ പറഞ്ഞത്, കസ്റ്റമറെ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാല് അവരെ ആ മാനസിക അവസ്ഥ കറക്റ്റ് മനസ്സിലാക്കി നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അയാളെ ആ സെയിൽസ് നമ്മൾ അടുത്ത ഒരു അവസരത്തിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അല്ലാതെ നമ്മളൊരു ഏർപ്പാട് പോലെ പറഞ്ഞു പോരുന്ന സിറ്റുവേഷൻ ആവരുത്. മനസ്സിലല്ലേ?
പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഒബ്ജക്ഷനാണ്. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കസ്റ്റമർ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ആ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ എൻ്റെ ആ പ്രവർത്തനം, അല്ല എൻ്റെ നോട്ടം, എൻ്റെ സംസാരം ഇതൊന്നും ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യ സിറ്റുവേഷൻ കാണിക്കും ചില കസ്റ്റമേഴ്സ്. അത് നമ്മളെ പോരായ്മയായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം. കസ്റ്റമറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വ്യക്തികളും ഓരോ സ്വഭാവക്കാരാണ്. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ പോയി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന ചില ചേഷ്ടകളായിരിക്കാം ഒരുപക്ഷെ കസ്റ്റമർക്ക് ദേഷ്യം വരുന്നത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ മാക്സിമം ഒഴിവാക്കുക. വളരെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്നെടുത്ത് സംസാരിക്കുക. നമ്മൾ അവർക്ക് നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ വന്ന ഒരു വ്യക്തിയായിട്ടുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ വ്യക്തിനെ അയാൾ ആദ്യം ഇഷ്ടപ്പെടും. കാരണം നമ്മളാണ് ആദ്യം അയാൾക്ക് വിശ്വാസം ജനിപ്പിക്കേണ്ടത്. നമ്മളിലുള്ള വിശ്വാസം നമ്മൾ അയാളെ ഫസ്റ്റ് ബോധ്യപ്പെടുത്തുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ്, നെക്സ്റ്റ് കമ്പനി, ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം അയാളെ കൂടെ നിൽക്കും എന്നുള്ളതൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. അത് ഏത് സെയിൽസ് ആയിക്കോട്ടെ. കാരണം ആ സെയിൽസ് പറയുന്ന വ്യക്തിയിലുള്ള ഒരു വിശ്വാസമാണ് ഏറ്റവും പ്രാധാന്യം. അതേപോലെ തന്നെ ഒരു എന്താ പറയാ, ഡൗട്ട് ഒബ്ജക്ഷൻ. അതായത് കസ്റ്റമർക്ക് ഒരു കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ കസ്റ്റമർക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല, ഡൗട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കയ്യിലുള്ള എല്ലാ ടൂൾസും അവിടെ യൂസ് ചെയ്യണം. മൊബൈലിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം, ടെസ്റ്റിമോണിയൽസ് കാണിച്ചു കൊടുക്കണം, പ്രൊഡക്റ്റ് ഒന്ന് കസ്റ്റമർ ടച്ച് ചെയ്യാനുള്ള ഒരു അവസരം. എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാ പ്രൊഡക്റ്റും കൂടെ ഒരു കസ്റ്റമറെ വീട്ടിൽ കൊണ്ടുപോകണം എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മളെ ഒരു 2-3 പ്രൊഡക്റ്റ് എങ്കിലും നമ്മളെ ബാഗിൽ ഉണ്ടായിരിക്കണം. അത് കസ്റ്റമറെ ശരിക്ക് ഒന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യിക്കണം. നമ്മളിപ്പോ ഒരു കാറിന്റെ ഷോറൂമിലൊക്കെ പോയാൽ നമ്മളോട് പറയില്ലേ ടെസ്റ്റ് ഡ്രൈവ് എടുക്ക്, അല്ലെ കാറിന്റെ ആ പുതിയ കാറിന്റെ ആ സ്മെല്ല്, ആ പിന്നെ എന്താ പറയാ AC ഒക്കെ ഇട്ട് തന്നത്. നമ്മളെ കാർ എടുക്കാനൊന്നല്ല പോയത്, എന്നാലും ആ ഒരു ഫീല്, ടച്ച് ഫീൽ എന്ന് പറയുന്ന വല്ലാത്തൊരു സംഭവം. അപ്പൊ ആ രീതിയിൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ ശരിക്കും കൊടുക്കണം. നമ്മളെ റിസ്റ്റ് ബാൻഡ് കൈമ കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു, എന്നിട്ട് പറയാം സാർ ഒരു ചെറിയ സമയം ഒന്ന് സാറിന്റെ കയ്യിൽ കെട്ടിയപ്പോൾ സാറിലുണ്ടായ മാറ്റം, അതൊക്കെ ശരിക്കും ഒരു കസ്റ്റമർക്ക് വളരെ ഫീൽ ആകുന്ന കാര്യമാണ്. പിന്നെ അയാളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ. അത് പഠിക്കണം ശരിക്കും. വെറുതെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചുകൊണ്ട് കസ്റ്റമർക്ക് വിശ്വാസമായതൊന്നുമില്ല. കസ്റ്റമർ ശരിക്ക് നമ്മളെ ഡെമോൺസ്ട്രേഷനിൽ വീഴും. അത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നല്ല ഡെമോൺസ്ട്രേഷൻ നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ കസ്റ്റമറെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ നമ്മൾ ഡെമോൺസ്ട്രേഷൻ നടത്തിയാൽ ഒരിക്കലും സെയിൽസ് ക്ലോസ് ആവില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആത്യന്തികമായിട്ട് പറയാണ്, സെയിൽസ് എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കലയാണ്. സെയിൽസിൽ വിജയിക്കുന്ന ഒരാൾക്ക് എവിടെയും വിജയിക്കാൻ പറ്റും. കാരണം ഇത് ശരിക്ക് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മതിലിലിരിക്കുന്ന പൂച്ചയെ പോലെയാണ് ഒരു കസ്റ്റമർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ അതിനെ തലോടിക്കൊണ്ടിരിക്കണം. തൊട്ട് തലോടി, അതിന് വേദനിപ്പിക്കാതെ തലോടി, നമ്മളൊരു നിർബന്ധിക്കുന്ന രീതിയിൽ ഒന്നും കാണിക്കാതെ അതിനെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ പൂച്ച മതിലിന് അപ്പുറത്തേക്കും ചാടാം, ഇപ്പുറത്തേക്കും ചാടാം. അത് നമ്മളെ ഭാഗത്തേക്ക് ചാടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരണം, തൊട്ട് തലോടി കൊണ്ടുവരണം. അതേപോലെ കസ്റ്റമറെ കൊണ്ട് ഒരു പോസിറ്റീവ് തീരുമാനം എടുപ്പിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെല്ലാം ഇപ്പം പറയാൻ പറ്റൂല, അത് സെയിൽസിന്റെ ഒരു പാർട്ടാണ്. കാരണം വെച്ചാൽ ഈ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ കസ്റ്റമറെ കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ബോധവാനാവണം. കാരണം എന്താ ഒരു കാര്യം എന്നറിയോ? നല്ല രീതിയിൽ ഒരു കസ്റ്റമറെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അയാളെ റെഫറൻസിൽ തന്നെ നമുക്ക് ഒരുപാട് സെയിൽസും കാര്യങ്ങളും കിട്ടും. മാത്രമല്ല നമ്മൾ കൃത്യമായിട്ട് ആത്യന്തികമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ കസ്റ്റമർ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യും. അയാൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. അയാൾ മറ്റുള്ളവരിലേക്ക് ഇത് റെക്കമെൻഡ് ചെയ്യും. അവിടെ നമുക്കും നല്ലൊരു വരുമാനവും കാര്യങ്ങളും ഒക്കെ വരും. അതേപോലെ കസ്റ്റമർക്കും ഇത് മറ്റൊരാളോട് പറയാനുള്ള കോൺഫിഡൻസ് ലെവലൊക്കെ കൂടും. മിക്ക ആൾക്കാരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു ബിസിനസ് പാർട്ട് മാത്രമായിട്ട് കണ്ടിട്ട് സ്വന്തം വരുമാനത്തിന് വേണ്ടിയിട്ട് ആരോടോ എന്തൊക്കെയോ പറയുന്നു. അവർക്കും ഇത് അറിയില്ല. കാരണം ഞാനിത് പറയാൻ കാരണം, ഞാനിത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ 2 വിധത്തിലുള്ള ഇൻഷുറൻസ് ഏജന്റുമാരെ കണ്ടിട്ടുണ്ട്. കാരണം ഒരു ബിസിനസ് ചേർക്കാൻ വേണ്ടി, അതായത് സ്വന്തം വരുമാനം മാത്രം ലക്ഷ്യം വെച്ച് ഒരു കസ്റ്റമറെ പോയി കണ്ട് അയാളെ ബുദ്ധിമുട്ടിച്ച് ഒരു പോളിസി എടുപ്പിക്കും. പിന്നീട് അയാൾക്ക് സർവീസും കൊടുക്കില്ല. പിന്നെ അയാളെ കണ്ടാൽ ഇയാള്
തിരക്കിലായിരിക്കും, മറ്റുള്ള ആൾക്കാരെ കാണാനുള്ള ഓട്ടത്തിലായിരിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ പോളിസിന്റെ റിന്യൂവൽസ് നടക്കില്ല. ആ കസ്റ്റമറുടെ കൂടെ ഭാവിയിൽ ഇയാൾക്കൊരു അടുത്തൊരു റെഫറൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. നേരെ മറിച്ച് മറ്റൊരു വിഭാഗം ഏജൻസി ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ പോയി കണ്ട് അയാൾക്ക് ഈ പോളിസി കൊണ്ട് കിട്ടാനുള്ള മാക്സിമം അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് അതൊക്കെ കറക്റ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ പോളിസി കൃത്യമായിട്ട് അടക്കേണ്ട ആവശ്യകതയും ഈ പോളിസി കൊണ്ട് ഭാവിയിൽ വരാനുള്ള ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞു കൊടുത്ത് കൺവിൻസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഈ പോളിസി കൃത്യമായിട്ട് അടക്കുന്നു മാത്രമല്ല അയാളെ കെയർ ഓഫിൽ അയാൾ ബിസിനസ് അഡീഷണൽ ബിസിനസ് ഈ ഏജന്റിന് കൊടുക്കുകയും ചെയ്യും. ഇവിടുത്തെ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും. അത് ഏത് മേഖലയായാലും എവിടെയും നമ്മൾ സെയിൽസ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ സെയിൽസ് നമ്മളോട് നന്നായിട്ട് സംസാരിക്കുന്ന, അതായത് ഒരു വിഷയത്തിനെ പറ്റി നന്നായിട്ട് പഠിച്ച് അത് ഏത് കസ്റ്റമറോട് നമ്മൾ ഏത് മേഖലയിലുള്ള കസ്റ്റമറോട് നമ്മൾ സംസാരിച്ചാലും നമ്മൾ ആ പറയുന്ന വിഷയത്തിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അയാൾക്ക് ഇതിനെപ്പറ്റി അറിയാം എന്നുള്ളൊരു ഫീല് കസ്റ്റമർക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മളൊരു കസ്റ്റമറെ മീറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒബ്ജക്ഷൻ ഒരു 70% നമുക്ക് അവിടെ തന്നെ ഒഴിവാക്കി കിട്ടും. പിന്നെ നമ്മൾ ഒരു കസ്റ്റമറെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്നും കസ്റ്റമർ ക്രോസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് സംസാരിക്കാറ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെയിൽസിന് പോകുന്ന സമയത്ത് സ്വന്തം കമ്പനിയെ കുറിച്ചും കമ്പനിയിലുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചും ആ പ്രൊഡക്റ്റിൽ നമുക്കുള്ള വിശ്വാസവും നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു ഇതിനെയൊക്കെ ആസ്പദമായിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്ന ആ സംസാരിക്കുന്ന കാര്യത്തിൽ കസ്റ്റമർക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. കാരണം എന്താ അറിയോ, ഒരു 90% നമ്മൾ ഈ കമ്പനിയിൽ എന്താ പറയാ വിശ്വാസത്തോടെ അല്ലെങ്കിൽ കമ്പനിയിലെ പ്രൊഡക്റ്റിലും അത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് 100% വേണ്ട ഞാൻ പറയുന്നത്. ഒരു 90% നമുക്ക് ഉണ്ടെങ്കിൽ ബാക്കി ആ 10% മാത്രമേ നമ്മളൊരു കസ്റ്റമറുടെ മുമ്പിൽ സംസാരിക്കേണ്ടി വരുള്ളൂ. അത് കസ്റ്റമർ ഓൾറെഡി കൺവിൻസ് ആയിക്കോളും. ഇവിടെ എന്താ കുഴപ്പമെന്നറിയോ, ഒട്ടുമിക്ക ആൾക്കും 10% പോലും കോൺഫിഡൻസ് ഇല്ല. കാരണം ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ കിട്ടാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം, അത് കിട്ടുന്നുള്ള പ്രതീക്ഷ പലർക്കും ഇല്ലാതെയാണ് പലരും പോയിട്ട് സംസാരിക്കുന്നത്. കാരണം ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുവോ, അല്ലെങ്കിൽ ഇതിൽ കൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് എന്റെ ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ, ഈ കൺഫ്യൂഷനാണ്. നമ്മൾ ഒരു കസ്റ്റമർക്ക് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളെ എന്താ പറയാ ബോഡി ലാംഗ്വേജ് കണ്ടാലും നമ്മളെ ഫേസ് കണ്ടാലും നമ്മളെ സംസാരത്തിലും നമ്മളെ ആ ചെറുചിരിയിലും എല്ലാത്തിലും കസ്റ്റമർക്ക് തോന്നണം ഇയാള് ഈ മേഖലയിൽ ഈ കമ്പനിയിൽ ഇയാൾ വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, ഇയാൾക്ക് വ്യക്തമായ ബോധമുണ്ട് അതിനെപ്പറ്റി. എന്നാലും അവിടെ തന്നെ നമ്മളെ ക്ലോസിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഇത്രയാണ് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒബ്ജക്ഷൻ ഇതിലപ്പുറം വേറൊരു ഒബ്ജക്ഷൻ വരാറില്ല. കാരണം ഒന്ന് നമ്മുടെ കമ്പനിയെ പറ്റി അല്ലെ പ്രൊഡക്റ്റിനെ പറ്റി, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ഇൻഡസ്ട്രി, ഇതിപ്പോ ഒരു ബിസിനസിന്റെ ആംഗിളിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയെ പറ്റി നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇനി ഈ പ്രൊഡക്റ്റിന് വേണ്ടി മാത്രം വരുന്ന അത് നമ്മൾ കസ്റ്റമറോട് സംസാരിച്ചാലും കസ്റ്റമറെ കൊണ്ട് സംസാരിപ്പിച്ചാലും മാത്രമേ ഏത് മേഖലക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. അതാണ് ഞാൻ പറഞ്ഞത്, കസ്റ്റമറാണ് കൂടുതൽ സംസാരിക്കേണ്ടത്. നമ്മൾ റിലവൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കസ്റ്റമറെ കൊണ്ട് മാക്സിമം സംസാരിപ്പിക്കുക. അതിന്റെ ഒരു അഡ്വൈസറായിട്ട് നല്ലൊരു ഉപദേശകനായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, ഞാനൊക്കെ അനുഭവിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത്, ടൈം ഫ്രീഡം. കാരണം നമ്മളിപ്പോൾ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ നമുക്ക് ടൈം ഫ്രീഡം കിട്ടാറില്ല. എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ടൈം ഫ്രീഡം കിട്ടില്ല. അത് ഡയറക്റ്റ് സെല്ലിങ്ങിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം, ഈ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഒരു ജോലി ചെയ്താലും കിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, ടൈം ഫ്രീഡം ഉണ്ട്, ടൈം ലിവറേജ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ, ഇത്രയും നല്ലൊരു മേഖല. കാരണം വെച്ചാൽ ഒരു 10-20 വർഷം ഒരു ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങൾ, ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ, എവിടെ പോയാലും നമുക്ക് പരിചയപ്പെടാനുള്ള ആളുകൾ അല്ലെ കണക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ടൈമിന് കിട്ടുന്ന ആ ഫ്രീഡം, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം, ഇതൊക്കെ കിട്ടുന്ന ഈ ഒരു ഇൻഡസ്ട്രി വളരെ മഹത്തരമാണ്. നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമറെ ബിഹേവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് ഏറ്റവും നല്ല ഒരു ബിസിനസ് അവസരമാണ്. മാക്സിമം എല്ലാവരും നന്നായിട്ട് കസ്റ്റമേഴ്സിനെ കാണാൻ ശ്രമിക്കുക, കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കാണാൻ ശ്രമിക്കുക, കസ്റ്റമറോട് നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുക, അവരെ നല്ല രീതിയിൽ നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയും കമ്പനിയെ പറ്റിയും സംസാരിക്കാനുള്ള ആ ഒരു ആർജവം നമ്മൾ
ഉണ്ടാക്കിയെടുക്കുക. ഒരു കുറച്ച് കസ്റ്റമേഴ്സിന് നമ്മൾ ഇതുപോലെ നമ്മൾ എന്താ പറയാ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെയിൽസ് വളരെ എളുപ്പമാണ്. സെയിൽസിനെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെയിൽസ് നിങ്ങളെ രക്ഷപ്പെടുത്തും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം എന്തായാലും ഇത്രയും സമയം എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും നല്ല നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ സക്സസ്. ജയ് ഈ ബയോട്ടറി. താങ്ക് യു സുനേട്ട. അപ്പോൾ ഈ ഒരു ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്നൊരു വിഷയത്തെക്കുറിച്ച് സുനേട്ട വളരെ മനോഹരമായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ സുജനേട്ടന് 1000 നന്ദി. അപ്പോൾ ഇനിയുള്ളത് നമുക്ക് ഈ ഒരു സെക്ഷൻ ക്ലോസ് ചെയ്യാന്നുള്ള. അതിൻ്റെ മുന്നേറ്റായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് എനിക്ക് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല, സോറി. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കോള് വന്നിരുന്നു. കോള് വന്നു കഴിഞ്ഞാൽ ഇത് കട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കോള് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ സുജനേട്ടനെ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ ചില ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കോള് ചെയ്താൽ പിന്നെയും വിളിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കോള് കട്ട് ചെയ്ത് പെട്ടെന്ന് സുജനേട്ടൻ ഇൻവൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. ഞാൻ കഴിഞ്ഞ 3 വർഷത്തിലധികമായിട്ട് ഈ ബയോട്ടറി എന്നൊരു കമ്പനീൻ്റെ കൂടെയുണ്ട്. ഈ ബയോട്ടറി എന്നൊരു കമ്പനി എനിക്ക് കിട്ടിയ റിസൾട്ട്, അതുപോലെ തന്നെ ഞാൻ കൊടുത്ത ഒരുപാട് ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കിട്ടിയ റിസൾട്ട് അത് തന്നെയാണ് എന്നെ ഈ കമ്പനിയിലേക്ക് അടുപ്പിച്ചതും. ഈ ഒരു കമ്പനി ചൂസ് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം ചെയ്തത് ഈ ഒരു കമ്പനി പോയി കാണുക എന്നുള്ളത്. അന്ന് നമുക്കറിയാം, അന്ന് 9800 അല്ല, പ്രൊഡക്റ്റിന് 4600 അങ്ങനെ എന്തോ ഒരു നമ്മളെ ചെറിയ പ്രൊഡക്റ്റിന്, അതായത് വാട്ടർ ആൻഡ് ഷിപ്പേർഡും റെസ്റ്റോറൻറ്റും മാത്രമുള്ള പ്രൊഡക്റ്റിന് ആ സമയത്ത് മനോജ് സാറ് ഞങ്ങളൊരു 30 പേര് 2021 കമ്പനി പോയി കണ്ടു. കമ്പനി പോയി കണ്ട സമയത്ത് പല കമ്പനികളിലും പറയാറുണ്ട് 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഓഫീസ് ഉണ്ടാവും, അത് ഉണ്ടാവും, ഇത് ഉണ്ടാവും എന്നൊക്കെ ഈ നമ്മളെ ബുക്ക്ലെറ്റ്, അതായത് നമ്മളെ ബ്രോഷറിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി കണ്ട സമയത്ത് ആ ബ്രോഷറിൽ എന്താണോ ഉള്ളത് അത് അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ അവിടെ വലിയൊരു എന്താ പറയുക കമ്പനീന്റെ അതായത് നിൽക്കുന്ന വലിയൊരു മാനേജ്മെന്റ്, കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വലിയൊരു MD ഡോക്ടർ സാഗർ ജോഷി സാറിനെ. അപ്പൊ അവരെയൊക്കെ പരിചയപ്പെടുകയും അവരോടൊക്കെ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുകയും ചെയ്ത സമയത്ത് ഈ ഒരു കമ്പനി ചൂസ് ചെയ്തു. ഇപ്പോൾ 3 വർഷത്തിലധികമായി ഈ ബയോട്ടോറി എന്നൊരു കമ്പനിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാനും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഒരുപാട് റിസൾട്ട് എടുക്കാനും വരെ സാധിച്ചു. അപ്പോൾ അടുത്തത് നമുക്ക് ഈ സെക്ഷൻ ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ സെക്ഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി പ്രഭാൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു സാർ. കാരണം നമ്മൾ പൊന്നു വെക്കേണ്ടടുത്ത് പൂ വെക്കാന്ന് പറയില്ലേ, ഈ ബിസിനസ്സിൽ ദീർഘനാളത്തെ പരിചയമോ പിന്നെ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു കാലത്ത് തികച്ചും അപ്രതീക്ഷിതമായിട്ട് പിന്നെ മകനിലൂടെ ഈ ഒരു അവസരത്തിലേക്ക് കയറി വന്ന ആളാണ്. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വളരെ പ്രചോദനകരമായിട്ടുള്ള സംസാരങ്ങൾ നമ്മൾ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിച്ചു എന്നും വളരെ സജീവമായി ഈ ഓപ്പർച്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പോവാണ്. പിന്നെ സുജന സാറ് വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങൾ പലരും പിന്നെ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് ഇത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കുക. പരാജയങ്ങളിലേക്കുള്ള യാത്രയാണ് വിജയം എന്ന് പറയുന്നത്. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, സക്സസ് ഈസ് എ ജേർണി ഫ്രം ഫെയിലിയർ ടു ഫെയിലിയർ വിത്തൗട്ട് ലൂസിങ് യുവർ എൻതൂസിയാസം എന്നാണ്. നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് ജീവിതത്തിൽ. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് ഈ ഓരോ വ്യക്തികളും വിജയിച്ചെടുക്കുന്നത്. അതൊരു ചെറിയൊരു സൈക്കിള് പഠിക്കുകയാണെങ്കിൽ പോലും നമ്മൾ പിന്നെ നിരന്തരമായ പ്രാക്ടീസ് അതിനാവശ്യമാണ്. എന്ത് കാര്യങ്ങൾ, ഏത് പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ ഒന്നുമില്ലാത്ത, അതായത് പിന്നെ ഒന്നുമില്ലാതെ പിറന്നു വീണിട്ടുള്ള ഒരു ശിശുവാണ് ഞാനും നിങ്ങളും എല്ലാം. പക്ഷെ നമുക്ക് ഏത് മേഖലയാണോ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ആ മേഖല തെരഞ്ഞെടുത്തുകൊണ്ട് വിജയിച്ച ആളുകളെയാണ് ലോകം മുഴുവൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതേപോലെ ദൈവം നമുക്ക് എല്ലാ കഴിവുകളും എല്ലാ മനുഷ്യർക്കും തന്നിട്ടുണ്ട്. ഒരാൾക്കും 1 ഇഞ്ച് പോലും കുറഞ്ഞിട്ടില്ല. എല്ലാ വ്യക്തികൾക്കും. ഇപ്പൊ
പിന്നെ ഓരോ വ്യക്തികൾക്കും, പക്ഷെ നമ്മൾ അത് തെരഞ്ഞെടുക്കുന്നതിലും നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നതിലും നമ്മൾ കാണിക്കുന്ന ആ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു പെശകാണ് ശരിക്കും പറഞ്ഞാൽ വിജയിക്കാത്തത്. ഇപ്പൊ വിജയിക്കാൻ വേണ്ടത് നമുക്ക് ആ ഒരു നമ്മളിപ്പോ നമ്മളെ ഈ ബയോടൂറിസത്തിന്റെ പ്രൊഡക്റ്റിനോടുള്ള വിശ്വാസം, പിന്നെ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ മറ്റ് ചില പരസ്യത്തിൽ കാണുന്ന പോലെ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്ന പോലെ പ്രൊഡക്റ്റിനോടുള്ള വിശ്വാസം നമ്മൾ നെഞ്ചേറ്റി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പരാജയങ്ങൾ ഉണ്ടാവും. ഒരു വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. പക്ഷെ അതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് വാക്കുകൾ ഉണ്ടാകുന്നത്, വാക്കുകളിൽ നിന്നാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്, പ്രവർത്തനങ്ങളിൽ നിന്നാണ് ശീലങ്ങൾ ഉണ്ടാകുന്നത്, ശീലങ്ങളിൽ നിന്നാണ് സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത്, സ്വഭാവങ്ങളിൽ നിന്നാണ് നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് എത്തുന്നത്. ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയുള്ള പിന്നെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അതിൽ വീഴ്ച വരുത്താൻ വേണ്ടി പാടില്ല. എവിടെയെങ്കിലും ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാളിച്ചകളിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ഈ ബിസിനസ്സിൽ, കാരണം ഇവിടെ എന്നും ഞാൻ പറയുന്ന പോലെയുള്ള, ഞാൻ ഇന്നലെ ഈ ഒരു MC ആയിട്ട് ഈ ഇതിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും നാളെ ഒരു 5 പേര് ഞാൻ ഈ ഒരു പിന്നെ നമ്മളെ സൂമിലേക്ക് കയറ്റുന്നു പറഞ്ഞു. ഇന്ന് 8 പേരെ എന്റെ ഓർഗനൈസേഷൻ, ഞാൻ 8 പേരെ ഇന്ന് ഈ സൂമിലേക്ക് കയറ്റി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ സൂമിനെ ഒന്ന് ശക്തിപ്പെടുത്തണം. എല്ലാവരും ഒന്ന് ഒരാളെയെങ്കിലും നാളെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സൂം പിന്നെ ഇന്ന് ഉള്ള 117 നിന്ന് നമുക്ക് എന്തായാലും ഒരു 200 ആക്കി മാറ്റാൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ പങ്കെടുത്ത 117 ആൾക്കാരും ഒരാളെയെങ്കിലും, കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരാളെയെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതിനെ ഡബിൾ ചെയ്യിക്കാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ ബിസിനസ്സും. നമ്മൾ ഇന്ന് ഒരാളെ കാണുകയാണെങ്കിൽ നാളെ 2 പേരെങ്കിലും കാണും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്ത് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് അടുത്ത ദിവസം അതിൽ കൂടുതലായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ ഈ ബിസിനസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, ഞാൻ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, തീർച്ചയായും നമ്മളെ സൂമിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു തീരുമാനം ഇന്ന് പങ്കെടുത്തുള്ള ഓരോ ലീഡേഴ്സും നമ്മൾ ഡൗൺലൈൻസിനെ ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ഞാൻ ഇന്നലെ ഒരു 10 പേരോളം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, 8 പേര് ഇന്ന് കയറിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ലീഡേഴ്സ് ഓരോ ആളെങ്കിലും അവർ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സൂമിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയും. മോർണിംഗ് മീറ്റ് എന്ന് പറയുന്നത് നമുക്ക് വിജയ മന്ത്രങ്ങൾ ചൊല്ലിത്തരുന്ന ഒരു വേദിയാണ്. തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ നമ്മളെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ഒരുപാട് ലീഡേഴ്സ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പങ്കെടുത്തുള്ള മുഴുവൻ ലീഡേഴ്സും നമ്മളെ ഓരോരുത്തരുടെയും വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ്. കാരണം ഒരു സ്വാർത്ഥതയും ഇല്ലാതെ നമ്മളെ ഓരോ വ്യക്തികളുടെയും പിന്നെ കൈപിടിച്ചുയർത്താനും വിജയിപ്പിക്കാനും ഈ വിജയത്തിന്റെ ഏറ്റവും ഉയർന്ന മേഖലയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നത്. വെറുതെ വന്നിരിക്കുന്നതല്ല, നിങ്ങൾക്കെല്ലാം ഒരു പിന്നെ ജീവിത ഭാവിയുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാൻ ഈ ഒരു അവസരമുണ്ട്. അതിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഏത് പിന്നെ വ്യക്തികളുടെ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഒന്നൊന്നും നോക്കാതെ തന്നെ നമ്മളൊരു അമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് നിന്ന് ഈ ബിസിനസ്സിൽ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി വിജയിച്ച് ഈ പിന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സൂമിൽ പങ്കെടുത്തുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കളെയും എൻ്റെ ഗുരുനാഥന്മാരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് പിന്നെ സ്നേഹിച്ചുകൊണ്ടും അവരോടുള്ള പിന്നെ കടപ്പാടുകൾ പിന്നെ നിങ്ങളോടുള്ള ഈ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നിൽക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള ആ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം നിർത്തുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്തായിട്ട് അറിയിക്കുകയും ചെയ്യാണ്. ഓക്കെ.